ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വാച്ചിങ് കൂടിയതിന്റെ പേരിൽ ഇന്റെ വാച്ചിങ് കുറക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് കണ്ടന്റ് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ പല പ്രാവശ്യം ഷമീർ പറഞ്ഞത് ഞാൻ അറിഞ്ഞതിന്റെ പേരിലാണ് ഞാൻ തന്നെ ഗ്യാപ്പ് എടുത്തത് കൊണ്ടിരുന്നത്. മനസ്സിലായോ? അത് മാത്രം മനസ്സിലാക്കിയത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിന്റെ പ്രൂഫ് അടക്കം ഞാൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറിംഗ് ആവും. മനസ്സിലാവും? എനിക്ക് കുറച്ചെങ്കിൽ കുറച്ച് മാന്യത ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതിന് നിർത്തുന്നത്. ഇതേമാതിരി അല്ല ഞാൻ പറഞ്ഞ ആൾക്കാരും കേട്ട ആൾക്കാരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ മെൻഷൻ ചെയ്തെന്ന് കൂടെ പറഞ്ഞേക്ക് ശരിക്ക്. അല്ല, ഇത് നമ്മൾ കുറെ ദിവസത്തിന് ശേഷം വന്നല്ലേ, നമുക്ക് നമ്മളതായ കുറെ കാര്യങ്ങൾ പറയാണ്ട് കഴിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഏറ്റവും ബേസിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. TVA ഇഷ്യൂ തുടങ്ങിയത് പോലും ഷമീറാണ്. അമ്പത്തൂരിന്റെ അണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ തുടങ്ങിയത് ഓർമ്മയുണ്ടോ? അതിന്റെ മുമ്പുള്ളതൊക്കെ വരെ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് ഞാനും ഈഗിളും പിന്നെ അതേപോലെ മാക്കും രാവിലെ 4 മണി മുതൽ 6:30 7 മണി വരെ ഇരുന്ന് കണ്ട് ഞങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്ത് പോയ സാധനത്തിൽ പിന്നെ അമ്പത്തൂരിന്റെ അണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ തുടങ്ങിയത് എന്നിട്ട് പോലും ഞാൻ ഷമീറിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിന്നത്. നമ്മളെല്ലാവരും അമ്പത്തൂരിനെ അവനെ അറിയാത്തതുകൊണ്ടാണ് ഈഗിളങ്ങളൊന്ന് മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞ് ഈഗിളിന് അന്നേ ഞങ്ങൾ സംസാരിച്ചത് പോലും ഷമീറിനെ സപ്പോർട്ട് ചെയ്തിട്ടാ. നിങ്ങൾക്ക് അറിയാത്ത വേറൊരു കാര്യമുണ്ട്. ഷമീറിന് പെർമനന്റ് ബാൻ കിട്ടേണ്ടതായിരുന്നു ഈ സെർവറിന്. അതറിയാം നിങ്ങൾക്ക്? ഷമീറിന് സെർവർ ഇത് ഓന് പോലും അറിയുന്നുണ്ടാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓൻ എന്താന്ന് വെച്ചാൽ രാത്രി ആവണ് വരുന്ന് ഈ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് RP കയറുന്നു, ലീഡറാണെന്ന് പറഞ്ഞിട്ട് ഓൻ RP ചെയ്യണ് പോണ്. ഇത്ര മാത്രമേ ഓൻ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാങ് കൊണ്ട് ഓന് യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അത്ര ഓൻ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഈ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പറയണില്ല, റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിന്നിട്ടില്ല. അല്ലെങ്കിൽ ഓൻ ഈ പറഞ്ഞ പോലെ ഓനെ വിളിച്ചൊന്നും അറിയിച്ചിട്ടില്ല. ഈ ഫാൽക്കന്റെ കേസ് ഓനെ അറിയിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഓൻ ഈ ലൈവില് എടാ മാക്കേ, ഈ ഫാൽക്കന്റെ കേസ് നമ്മളെങ്ങനെയാ അറിയണത്? ഗ്രൂപ്പിൽ ഈ സാധനം വന്നിട്ടാ. ഈ പറയപ്പെട്ട ഗ്രൂപ്പിൽ ഓനും ഉണ്ട്. ഈ പറയപ്പെട്ട ഗ്രൂപ്പിൽ ഓനും ഉണ്ട്. ഓനും ഈ എടുത്ത് നോക്കിയാ ഇത് കാണാവുന്നതേ ഉള്ളൂ. ഓനെന്താ ഇത് ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ ഇതുപോലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന്. ഒരു ലീഡർഷിപ്പിൽ ഒരാൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് സ്വയം ബോധമാണ്. മനസ്സിലായോ? അല്ലാതെ ഇതിൽ പറയുന്നത് ഇന്നാരും വിളിച്ച് പറഞ്ഞില്ല, ഇന്നാരും വിളിച്ചുകൊണ്ട് അത് നോക്കാൻ പറഞ്ഞില്ല, ഇന്നത് നോക്കി ഇത് നോക്കി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചില്ല. ഇനി ആരും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. മാക്കിനാരും ഏൽപ്പിച്ചോണോ ഇത് നോക്കണം എന്ന് പറഞ്ഞിട്ട്? ഇത് എല്ലാവരും അവനാനൊരു ബോധ്യമാണ്. മനസ്സിലായോ? എന്ത് ചെയ്യണം, ഞാൻ ആ പൊസിഷനിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു സ്വന്തം ഒരു ബോധ്യമാണ്. അങ്ങനെ ചെയ്യേണ്ട ഒരു സംഭവമാണ്. പക്ഷെ ഇതിലിട്ട് എടാ വീട് ശയിക്കെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയട്ടെ, ഇത്രയും സംഭവങ്ങൾ ഈ ഒരു 2 മണിക്കൂറിൽ ഏകദേശം 1.5 മണിക്കൂറോളം ഞങ്ങൾക്കെതിരെ സംസാരിച്ചും കണ്ട് ഈ പോയ ഒരാള് ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നല്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ കരുതിയത് നല്ല അപരാധിക്കാനാണ് ഞാൻ കരുതിയത്. പക്ഷെ സത്യം പറയാലോ, ആ ദേഷ്യം ആ കഴിഞ്ഞ ഈ ഒരു ദിവസം കൊണ്ട് ആ ദേഷ്യമൊക്കെ പോയി. പക്ഷെ സങ്കടം ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എത്രയ്ക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും അതിന് പറയാലോ. അത് മനസ്സിൽ നിന്ന്